കോട്ടയം ഏറ്റുമാനൂരിൽ വാൾ വീശിയും കത്തിമുനയിൽ നിർത്തിയും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പണവും മൊബൈലും കവർന്നു. ഇന്നലെ അർദ്ധരാത്രിയിലാണ് ഹെൽമറ്റ് ധരിച്ചെത്തിയ 8 സംഘം കവർച്ച നടത്തിയത്. ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് 7 മൊബൈൽ ഫോണുകളും 1 ലക്ഷത്തോളം രൂപയുമാണ് ഈ അക്രമികൾക്ക് ലഭിച്ചത്. തൊഴിലാളികൾ എതിർത്തപ്പോൾ അക്രമി സംഘം ആക്രമണവും അഴിച്ചുവിട്ടു. 5 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. സംഭവത്തിൽ ഏറ്റുമാനൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അഖിൽ കെ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അഖിൽ, ഈ മോഷണ സംഘം ആരാണ്? ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭിച്ചോ? ഇന്നലെ അർദ്ധരാത്രിയിലാണ് കോട്ടയം ഏറ്റുമാനൂർ പൂവത്തുമൂട്ടിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് കഴിയുന്ന സ്ഥലത്തേക്ക് 8 അംഗ സംഘം എത്തി പെപ്പർ സ്പ്രേയും അതുപോലെ തന്നെ വടിവാളും ഒക്കെ ഉപയോഗിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കവർച്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായെന്നുള്ളതാണ്. 40-40ഓളം പേർ ഒന്നിച്ച് താമസിക്കുന്ന ഒരു പ്രദേശത്തേക്ക് കയറി ചെന്നാണ് 8 അംഗ സംഘം കയറിയത്. മറ്റേ രാത്രിയോടുകൂടി മുഖം മൂടിയ ശേഷമാണ് ഇവരെത്തുന്നത്. ഇവർ ആദ്യഘട്ടത്തിൽ ഈ ഉള്ളിൽ കയറുകയും അവിടെ സാധനങ്ങൾ എടുത്തു നൽകാൻ ആവശ്യപ്പെട്ടു. തൊഴിലാളികൾ എതിർത്തോടെ വടിവാള് വീശുകയും തൊഴിലാളികളുടെ മുഖത്തേക്ക് പേപ്പർ സ്പ്രേ അടിക്കുന്ന രീതിയിലേക്ക് അടക്കങ്കാരികൾ പോയി. തുടർന്ന് എതിർപ്പ് കൂടിയതോടെ ഇവരെ മർദ്ദിച്ച ശേഷമാണ് 15 മൊബൈൽ ഫോണുകളും ഇവരുടെ പോക്കറ്റിൽ നിന്നും മറ്റ് സ്ഥലത്തു നിന്നുമായി എടുത്ത 1 ലക്ഷത്തോളം രൂപയും കവർന്നുകൊണ്ട് ഈ 8 അംഗ സംഘം രക്ഷപ്പെടുന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് എന്തായാലും ഏറ്റുമാനൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തുള്ള ആളുകൾ തന്നെ ആയിരിക്കും എന്നാണ് നിലവിൽ വിലയിരുത്തുന്നത്. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നതാണ് അവർ പറയുന്നത്. എന്തായാലും ഈ അക്രമികളുടെ ആക്രമണത്തിൽ 5 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ആരും പരിക്ക് ഗുരുതരമല്ല. ഏതായാലും 15 മൊബൈൽ ഫോണുകളും 1 ലക്ഷത്തോളം രൂപയുമാണ് ഇവർക്ക് നഷ്ടമായിരിക്കുന്നത്. ഷിയാസ്, ശരി, അഖിൽ കെ ആണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.